നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ലെബനനെതിരെ ഇസ്രായേലിന്റെ തുടർച്ചയായ ആക്രമണങ്ങൾ സംഭവിക്കാൻ പാടില്ലാത്തതെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ. പ്രതികരണം മിഡിൽ ഈസ്റ്റ് സന്ദർശന വേളയിൽ. മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങൾ യുകെയുടെ ഭാവി സുരക്ഷാ നയങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്തേണ്ടതിന്റെ ആവശ്യകത ചൂണ്ടിക്കാണിക്കുന്നു. രാജ്യത്തിന്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനായി യൂറോപ്യൻ രാജ്യങ്ങളുമായി കൂടുതൽ അടുത്ത ബന്ധം പുലർത്താൻ നിർദ്ദേശം. റഷ്യൻ അന്തർവാഹിനികളെ നിരീക്ഷിക്കുവാനും പിന്തുടരുവാനും യുകെയും നോർവേയും യുദ്ധക്കപ്പലുകളും വിമാനങ്ങളും അയച്ചു. വടക്കൻ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ പ്രധാന കേബിളുകൾക്കും പൈപ്പ് ലൈനുകൾക്കും സമീപം സംശയാസ്പദമായ രീതിയിലാണ് അന്തർവാഹിനികൾ എത്തിയത്. ഒരു മാസം നീണ്ടു നിൽക്കുന്നതാണ് ദൗത്യമെന്ന് UK സൈന്യം. ഈ ദൗത്യത്തിൽ പങ്കെടുത്തത് റഷ്യയുടെ 3 അന്തർവാഹിനി. യുകെയിലെ പുതിയ എംപ്ലോയ്മെന്റ് ആക്ട് പ്രാബല്യത്തിൽ വന്നതോടെ വിവാദങ്ങളും ചൂടുപിടിക്കുന്നു. മുൻ ഉപപ്രധാനമന്ത്രി ഏഞ്ചല റെയ്നയുടെ ആശയമായതിനാൽ സ്വതന്ത്ര ഏജൻസി റെയ്നയുടെ പോലീസാണ് നിയമം നടപ്പിലാക്കാനുള്ള ചുമതലയുള്ളത്. ഈ ആഴ്ച പ്രാബല്യത്തിൽ വന്ന പുതിയ തൊഴിലാളി അവകാശ സംരക്ഷണ നിയമം കൃത്യമായി നടപ്പിലാക്കുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തുകയാണ് അവരുടെ ലക്ഷ്യം. നിയമം നടപ്പിലാക്കുന്നുണ്ടോ എന്നറിയാൻ പരിശോധനകൾക്കായി തൊഴിലുടമയുടെ സമ്മതം തേടേണ്ടതില്ല. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സമാധാന ചർച്ചകൾക്ക് ആതിഥ്യം വഹിക്കാൻ ഒരുങ്ങി പാകിസ്ഥാൻ തലസ്ഥാനമായ ഇസ്ലാമാബാദ്. മധ്യസ്ഥ ചർച്ചകൾ പങ്കെടുക്കാനെത്തുന്ന അന്താരാഷ്ട്ര പ്രതിനിധികൾക്കും ഒപ്പമുള്ള മാധ്യമ പ്രവർത്തകർക്കുമായി പാകിസ്ഥാൻ സർക്കാർ വിസ നടപടികൾ ഇളവുകൾ പ്രഖ്യാപിച്ചു. ഇസ്ലാമാബാദ് ടോക്സ് 2026 പങ്കെടുക്കാൻ എത്തുന്നവർക്ക് മുൻകൂട്ടി വിസ എടുക്കാതെ തന്നെ വിമാനങ്ങൾ യാത്ര ചെയ്യാം. ഇവർക്കായി പാകിസ്ഥാനിലെ വിമാനത്താവളങ്ങളിൽ എത്തുമ്പോൾ തന്നെ വിസ ഓൺലൈൻ അറൈവൽ നൽകുമെന്നും ആഭ്യന്തര മന്ത്രാലയം. പശ്ചിമേഷ്യയിൽ ചൈന ഒരു പ്രധാന സാമ്പത്തിക ശക്തിയായി തുടരുമെന്ന് വിദഗ്ധർ. ചൈന ഇറാന് നൽകുന്ന സാമ്പത്തിക പിന്തുണ പരിമിതപ്പെടുത്തിയതായും റിപ്പോർട്ട്. ഇറാന്റെ ഏറ്റവും വലിയ നയതന്ത്ര സഖ്യകക്ഷികളിൽ ഒന്നായി തുടരുമ്പോഴും ഗൾഫിലെ ചൈനീസ് മൂലധനത്തിന്റെ ഭീമമായ സാന്നിധ്യമാണ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിന്റെ പിന്തുണ ഇറാനിൽ നിന്നും തെന്നിമാറിയിരിക്കുന്നതിന് പിന്നിൽ. കോവിഡ് വ്യാപനത്തിന് ശേഷം പശ്ചിമേഷ്യയിൽ ചൈന നിക്ഷേപം വർദ്ധിപ്പിച്ചു. ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ രാജ്യസഭാംഗമായി സത്യപ്രതിജ്ഞ ചെയ്തു. ഇന്നലെ ഡൽഹിയിലെത്തിയ നിതീഷിനെ JDU ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് സഞ്ജയ് കുമാർ ഉൾപ്പെടെയുള്ള നേതാക്കൾ എത്തിയാണ് സ്വീകരിച്ചത്. ഉപരാഷ്ട്രപതിയും രാജ്യസഭാ ചെയർപേഴ്സണുമായ CP രാധാകൃഷ്ണനാണ് നിതീഷ് കുമാറിന് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. രാജ്യസഭാംഗമായി സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷം നിതീഷ് കുമാർ ബീഹാർ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചു. വാശിയേറിയ നിയമസഭാ തെരഞ്ഞെടുപ്പ് പോരാട്ടം നടക്കുന്ന പശ്ചിമ ബംഗാളിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ AIMIM തീരുമാനിച്ചു. അസറുദ്ദീൻ ഒവൈസി മുന്നിൽ നിർത്തി പശ്ചിമ ബംഗാളിൽ സ്വന്തം സ്ഥാനാർത്ഥികൾക്കായി ശക്തമായ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്താനാണ് നീക്കം. ബംഗാളിലെ ന്യൂനപക്ഷ വോട്ടുകൾ സമാഹരിക്കുന്ന സ്വന്തം ശക്തി തെളിയിക്കാൻ ഒറ്റയ്ക്ക് മത്സരിക്കുന്നതാണ് ഉചിതമെന്ന് പാർട്ടി നേതൃത്വം വിലയിരുത്തി. ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിന് മുസ്ലിം ലീഗിന് അർഹതയുണ്ട് എന്ന് യൂത്ത് ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങൾ. ലീഗ് സ്ഥാനാർത്ഥികൾക്ക് മതം പറഞ്ഞു വോട്ട് പിടിച്ചു എന്ന ആരോപണം പരിശോധിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 20-ലധികം സീറ്റുകൾ വിജയം ഉറപ്പ് എന്ന നേതാക്കൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനം വിധി എഴുതിയതോടെ കൂട്ടിയും കിഴിച്ചും മുന്നണികൾ 78.27% പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത്. ഉയർന്ന പോളിംഗ് ശതമാനം തുണയ്ക്കുമെന്നാണ് 3 മുന്നണികളുടെയും അവകാശവാദം. വാർത്തകൾ വിശദമായി. ലെബനനെതിരെ ഇസ്രായേലിന്റെ തുടർച്ചയായ ആക്രമണങ്ങൾ സംഭവിക്കാൻ പാടില്ലാത്തതാണ് എന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ. തന്റെ മിഡിൽ ഈസ്റ്റ് സന്ദർശന വേളയിൽ ലെബനനെതിരെയുള്ള ഇസ്രായേലിന്റെ ആക്രമണങ്ങളെ കുറിച്ച് അദ്ദേഹം പ്രതികരിച്ചത്. മിഡിൽ ഈസ്റ്റിലെ നിലവിലെ സംഘർഷങ്ങൾ യുകെയുടെ ഭാവി സുരക്ഷാ നയങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്തേണ്ടതിന്റെ ആവശ്യകത ചൂണ്ടിക്കാണിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തിന്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനായി യൂറോപ്യൻ രാജ്യങ്ങളുമായി കൂടുതൽ അടുത്ത ബന്ധം പുലർത്തണമെന്നും പ്രതിരോധ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇറാനുമായുള്ള സംഘർഷങ്ങൾ ഒരു മുന്നറിയിപ്പായി കണക്കാക്കണമെന്നും ബ്രിട്ടൻ സ്വന്തം നിലയ്ക്കും സഖ്യകക്ഷികളുമായി ചേർന്ന് പ്രതിരോധം ശക്തമാക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. അബുദാബി സന്ദർശന വേളയിലാണ് മിഡിൽ ഈസ്റ്റിലെ സാഹചര്യം വിലയിരുത്തിക്കൊണ്ട് അദ്ദേഹം ഈ പ്രസ്താവനകൾ നടത്തിയത്. വടക്കൻ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ പ്രധാന കേബിളുകൾക്കും പൈപ്പ് ലൈനുകൾക്കും സമീപം സംശയാസ്പദമായ രീതിയിലെത്തിയ റഷ്യൻ അന്തർവാഹിനികളെ നിരീക്ഷിക്കുവാനും പിന്തുടരുവാനുമായി യുകെയും നോർവേയും യുദ്ധക്കപ്പലുകളും വിമാനങ്ങളും അയച്ചു. ഒരു മാസം നീണ്ടു നിൽക്കുന്നതാണ് ദൗത്യമെന്ന് UK സൈന്യം. കടലിനടിയിലെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് അടുത്തുണ്ടായിരുന്ന റഷ്യൻ അന്തർവാഹിനികളുടെ നീക്കം സംശയകരമാണെന്ന് UK പ്രതിരോധ സെക്രട്ടറി ജോൺ കീരി പറഞ്ഞു. ഒരു മാസത്തിനു ശേഷം റഷ്യൻ അന്തർവാഹിനികൾ അവിടെ നിന്ന് മടങ്ങിയതായും അദ്ദേഹം വ്യക്തമാക്കി. യുകെക്കും സഖ്യകക്ഷികൾക്കും ഏറ്റവും വലിയ ഭീഷണി റഷ്യയാണ്. പശ്ചിമേഷ്യയിലെ പ്രശ്നങ്ങളിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും റഷ്യയിൽ നിന്നുള്ള ശ്രദ്ധ മാറണമെന്നും പുതിൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ പുതിനിൽ നിന്നും ശ്രദ്ധ മാറ്റില്ല. കേബിളുകൾക്കും പൈപ്പ് ലൈനുകൾക്കും മുകളിലുള്ള റഷ്യയുടെ പ്രവർത്തനങ്ങൾ ബ്രിട്ടൻ കാണുന്നുണ്ട്. അവ നശിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തടയും. ഗുരുതര പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും എന്ന് ഹീലി വ്യക്തമാക്കി. അതായത് റഷ്യയ്ക്ക് മുന്നറിയിപ്പ് നൽകി. റഷ്യയുടെ 3 അന്തർവാഹിനിയാണ് ഈ ദൗത്യത്തിൽ പങ്കെടുത്തത്.
പുതിൻ ആസൂത്രണം ചെയ്തതുപോലെ അന്തർവാഹിനികളുടെ നീക്കങ്ങൾ രഹസ്യമായിരുന്നില്ലെന്നും അവ നിരീക്ഷിക്കപ്പെടുന്നുണ്ടായിരുന്നുവെന്നും തങ്ങളുടെ സൈന്യം റഷ്യയെ ബോധ്യപ്പെടുത്തതായും ഹീലി കൂട്ടിച്ചേർത്തു. പുതിയ എംപ്ലോയ്മെന്റ് ആക്ട് നിലവിൽ വന്നതോടെ അത് നടപ്പിലാക്കാനുള്ള ഉത്തരവാദിത്വമുള്ള ഫെയർ വർക്ക് ഏജൻസികൾക്ക് അമിതമായ അധികാരമാണ് ഉള്ളതെന്ന് ആരോപണം. മുൻ ഉപപ്രധാനമന്ത്രി ഏഞ്ചല റെയ്നയുടെ ആശയമായതിനാൽ നിയമം നടപ്പിലാക്കാൻ ഉത്തരവാദിത്തപ്പെട്ട സ്വതന്ത്ര ഏജൻസി റെയ്നയുടെ പോലീസ് എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. അവർക്ക് തൊഴിലിടങ്ങൾ റെയ്ഡ് ചെയ്യാനും രേഖകളും മറ്റും പരിശോധിക്കുവാനും അധികാരമുണ്ടായിരിക്കും. മാത്രമല്ല, ആവശ്യമെന്ന് തോന്നിയാൽ ബലപ്രയോഗത്തിൽ കൂടിയാണ് എങ്കിലും ആളുകളെ അറസ്റ്റ് ചെയ്യുവാനും അവർക്ക് സാധിക്കും. ലേബർ പാർട്ടിയുടെ തൊഴിൽ പോലീസ് എന്നുകൂടി അറിയപ്പെടുന്ന FWAയുടെ അധികാരങ്ങളെക്കുറിച്ചും ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചുമുള്ള വിശദ വിവരങ്ങൾ ഇപ്പോൾ സർക്കാർ തന്നെ പുറത്തുവിട്ടിരിക്കുകയാണ്. ഈ ആഴ്ച പ്രാബല്യത്തിൽ വന്ന പുതിയ തൊഴിലാളി അവകാശ സംരക്ഷണ നിയമം കൃത്യമായി നടപ്പിലാക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയാണ് അവരുടെ ലക്ഷ്യം. മുൻകൂട്ടി അറിയിക്കാതെ തന്നെ ഇവർക്ക് തൊഴിലിടങ്ങളിലെത്തി പരിശോധനകൾ നടത്താൻ കഴിയുമെന്നും അതിൽ പറയുന്നു. ഇത്തരം പരിശോധനകൾക്കായി തൊഴിലുടമയുടെ സമ്മതം തേടേണ്ടതില്ല. 1984 പോലീസ് ആൻഡ് ക്രിമിനൽ എവിഡൻസ് ആക്ട് അനുസരിച്ച് ഒരു വാറന്റ് ഉണ്ടായാൽ മാത്രം മതി. ആവശ്യമുള്ള സമയത്ത് ന്യായമായ രീതിയിലുള്ള ബലപ്രയോഗം നടത്താനും ഇവർക്ക് അധികാരമുണ്ടായിരിക്കും. നിയമലംഘനം നടന്നതായി കണ്ടെത്തിയാൽ അതിന് ഉത്തരവാദികളായവരെ അറസ്റ്റ് ചെയ്യുവാനും ഇവർക്ക് അധികാരമുണ്ടായിരിക്കും. നിസ്സഹായയായ ഒരു വനിത അന്തേവാസിയെ അവരുടെ സമ്മതമില്ലാതെ ബലമായി കോവിഡ് വാക്സിൻ നൽകിയ ഒരു കെയർ ഹോം മാനേജർക്ക് ജോലി തെറിച്ചു. ക്രെയിൻ കംറേഡ് ദ്വീപിലെ മിൽപോർട്ട് കെയർ സെന്ററിലായിരുന്നു ഈ ഞെട്ടിക്കുന്ന സംഭവം. രജിസ്ട്രേഡ് നഴ്സായ ജാനറ്റ് ഡ്രോണി തികച്ചും അനുചിതമായാണ് പെരുമാറിയതെന്നും നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കൗൺസിൽ അന്വേഷണത്തിൽ കണ്ടെത്തുകയായിരുന്നു. 2021 സംഭവം നടന്നത്. വാക്സിൻ നൽകുന്നതിനായി ഒരു NHS നഴ്സ് കെയർ ഹോം സന്ദർശിച്ച ആ സന്ദർഭത്തിലായിരുന്നു ഇത്തരമൊരു സംഭവം നടന്നത്. ലേണിംഗ് ഡിസബിലിറ്റിയും ബൈപോളർ ഡിസോർഡറും ഉള്ള വ്യക്തിയാണ് സംഭവത്തിൽ ഇരയായ വനിത. ഇക്കാര്യം ഒരു പൊതുപ്രവർത്തകൻ ഉയർത്തിക്കൊണ്ടു വന്നതോടെയാണ് ഡൊണലിനെതിരെ 2 ദിവസത്തെ വിചാരണ NMSC അച്ചടക്ക സമിതി നടത്തിയത്. ഇത്തരത്തിൽ പെരുമാറരുത് എന്നും താൻ ഡൊണല്ലയോട് ആവശ്യപ്പെട്ടു എന്നും തനിക്ക് നേരെ ചീത്ത വിളിച്ചുകൊണ്ട് അവർ അത് നിരാകരിക്കുകയായിരുന്നുവെന്നും ഒരു സാക്ഷി സമിതിക്ക് മുന്നാകെ വെളിപ്പെടുത്തി. വേനൽക്കാലത്ത് പക്ഷികൾക്കിടയിൽ ഡ്രൈക്കോമോണോസിസ എന്ന പരാത രോഗം പടരുന്നത് തടയിടാനായി പക്ഷിത്തീറ്റ താൽക്കാലികമായി നിർത്തലാക്കാൻ നിർദ്ദേശം. മെയ് 1 മുതൽ ഒക്ടോബർ 31 വരെ ചൂടുള്ള മാസങ്ങളിൽ വിത്തുകളും നിലക്കടലയും നിറഞ്ഞ തീറ്റാപാത്രങ്ങൾ ഒഴിവാക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. തീറ്റകൾക്ക് പകരമായി ചെറിയ അളവിൽ മീൻവേമുകളും ഫാറ്റ് ബോസ് അല്ലെങ്കിൽ സ്യൂട്ട് എന്നിവ നൽകാം. ഇവ ഫിഞ്ചുകളെ കൂട്ടമായി ആകർഷിക്കാതിരിക്കുന്നതിനാൽ രോഗം പടരാനുള്ള സാധ്യത കുറവാണ്. പക്ഷികൾക്ക് വെള്ളം നൽകുന്നുണ്ടെങ്കിൽ അത് ദിവസവും മാറ്റുകയും തീറ്റപാത്രങ്ങൾ ആഴ്ചയിലൊരിക്കൽ വൃത്തിയാക്കുകയും വേണം. ശൈത്യകാലത്ത് രോഗവ്യാപനം കുറവായതിനാൽ വിത്തുകളും മറ്റും നൽകുന്നത് തുടരാം. എന്നാൽ പരന്ന പ്രതലത്തിലുള്ള തീറ്റപാത്രങ്ങൾ ഒഴിവാക്കാൻ RSPB നിർദ്ദേശിക്കുന്നു. ഗ്രീൻ ഫിഞ്ച് പോലുള്ള പക്ഷികളുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ടായതായും സർവേകൾ കാണിക്കുന്നു. തീറ്റപാത്രങ്ങൾക്ക് ചുറ്റും പക്ഷികൾ വലിയ തോതിൽ ഒത്തുകൂടുമ്പോൾ സ്രവങ്ങളിലൂടെ രോഗം എളുപ്പത്തിൽ പടരുന്നു. ഇത് തടയാൻ പ്രകൃതിദത്തമായ രീതിയിൽ ചെടികൾ വെച്ചുപിടിപ്പിക്കുവാനും RSPB പ്രോത്സാഹിപ്പിക്കുന്നു. ഈ പുതിയ രീതിയിലൂടെ പക്ഷികളുടെ ദീർഘകാല ആരോഗ്യം സംരക്ഷിക്കുക എന്നതാണ് ലക്ഷ്യം വെക്കുന്നത്. മദ്യപിച്ച് വാഹനമോടിച്ച സംഭവത്തിൽ പ്രശസ്ത TV റിയാലിറ്റി ഷോ എക്സ് ഫാക്ടറിലെ മുൻ താരം ചിക്കോ സ്ലിമാനി കുറ്റക്കാരനാണെന്ന് ലണ്ടൻ കോടതി കണ്ടെത്തി. സംഭവത്തിൽ 12 മാസത്തേക്ക് ഡ്രൈവിംഗ് വിലക്കും 600 പൗണ്ട് പിഴയും കോടതി ചുമത്തി. ലണ്ടനിലെ വിൻസ്റ്റൺ മജിസ്ട്രേറ്റ് കോടതിയിലാണ് കേസിന്റെ നടപടികൾ നടന്നത്. മദ്യപിച്ച് വാഹനം ഓടിച്ചതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് അറസ്റ്റ് നടന്നതെന്ന് കോടതി വ്യക്തമാക്കി. ലണ്ടനിൽ വെച്ചാണ് അദ്ദേഹം പിടിയിലായത്. കോടതിയിൽ അദ്ദേഹം കുറ്റം സമ്മതിച്ചു. എന്നാൽ തന്റെ ജീവിതത്തിലുണ്ടായ 3 മരണങ്ങൾക്കു ശേഷം താൻ മദ്യം കഴിച്ചിട്ടില്ലെന്നും ഈ സംഭവത്തിന് ശേഷം മദ്യം തൊട്ടിട്ടില്ല എന്നും 55-കാരനായ താരം കോടതിയിൽ വ്യക്തമാക്കി. 2005 എക്സ് ഫാക്ടറി ക്വാർട്ടർ ഫൈനൽ എത്തിയതോടെയാണ് യൂസഫ് സ്ലിമാനി എന്ന ചിക്കോ ശ്രദ്ധേയനാകുന്നത്. അദ്ദേഹത്തിന്റെ ഇറ്റ്സ് ചിക്കോ ടൈം എന്ന ഗാനം UK ചാർട്ടുകളിൽ ഒന്നാമതെത്തിയിരുന്നു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സമാധാന ചർച്ചകൾക്ക് ആതിഥേയത്വം വഹിക്കാൻ ഒരുങ്ങി പാകിസ്ഥാൻ തലസ്ഥാനമായ ഇസ്ലാമാബാദ്. മധ്യസ്ഥ ചർച്ചയിൽ പങ്കെടുക്കാനെത്തുന്ന അന്താരാഷ്ട്ര പ്രതിനിധികൾക്കും ഒപ്പമുള്ള മാധ്യമ പ്രവർത്തകർക്കുമായി പാകിസ്ഥാൻ സർക്കാർ വിസ നടപടികളിൽ ഇളവുകൾ പ്രഖ്യാപിച്ചു. ഇസ്ലാമാബാദ് ടോക്സ് 2026 പങ്കെടുക്കാൻ എത്തുന്നവർക്ക് മുൻകൂട്ടി വിസ എടുക്കാതെ തന്നെ വിമാനങ്ങൾ യാത്ര ചെയ്യാവുന്നതാണ്. ഇവർക്കായി പാകിസ്ഥാനിലെ വിമാനത്താവളങ്ങളിൽ എത്തുമ്പോൾ തന്നെ
വിസ ഓൺലൈൻ അറൈവൽ നൽകുമെന്നും ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. വിമാനത്താവളങ്ങൾ ഇതിനായി പ്രത്യേക സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. വിസയില്ലാതെ തന്നെ ഇത്തരക്കാരെ യാത്ര ചെയ്യാൻ അനുവദിക്കണമെന്ന് എല്ലാ വിമാന കമ്പനികൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സമാധാന ചർച്ചകൾക്ക് മുന്നോടിയായി ഇസ്ലാമാബാദ് അതീവ സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. 10,000-ത്തിലധികം സുരക്ഷാ ഉദ്യോഗസ്ഥരെയാണ് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിന്യസിച്ചിരിക്കുന്നത്. സൈന്യത്തിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ റേഞ്ചേഴ്സ്, പഞ്ചാബ് പോലീസ്, ഇസ്ലാമാബാദ് പോലീസ് എന്നിവർ ചേർന്നാണ് വിവിധ തലങ്ങളിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുന്നത്. നഗരത്തിലെ റെഡ് സോൺ പൂർണ്ണമായും സൈന്യത്തിന്റെയും റേഞ്ചേഴ്സിന്റെയും നിയന്ത്രണത്തിലാണ്. സുരക്ഷയുടെ ഭാഗമായി പ്രതിനിധികൾക്കൊപ്പമുള്ള അംഗരക്ഷകർക്ക് മൊബൈൽ ഫോണുകളോ ഡിജിറ്റൽ വാച്ചുകളോ മറ്റ് ഇലക്ട്രിക് ഗാഡ്ജറ്റുകളോ ഉപയോഗിക്കാൻ അനുവാദമില്ല. ഏപ്രിൽ 9, 10 തീയതികളിൽ ഇസ്ലാമാബാദിലും റാവൽപിണ്ടിയിലും പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും സൈനിക മേധാവി ജനറൽ അസീം മുനീറും നടത്തിയ നയതന്ത്ര ഇടപെടലുകളെ തുടർന്നാണ് ഇറാനും യുഎസും വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരുന്നു. യുദ്ധത്തിന്റെ അലകൾ നീങ്ങുന്നതോടെ പശ്ചിമേഷ്യയിൽ ചൈന ഒരു പ്രധാന സാമ്പത്തിക ശക്തിയായി തുടരുമെന്ന് വിദഗ്ധർ. അതേസമയം ചൈന ഇറാൻ നൽകുന്ന സാമ്പത്തിക പിന്തുണ പരിമിതപ്പെടുത്തിയതായും റിപ്പോർട്ടുകൾ സൂചന നൽകുന്നു. ഇറാന്റെ ഏറ്റവും വലിയ നയതന്ത്ര സഖ്യകക്ഷികളിൽ ഒന്നായി തുടരുമ്പോഴും ഗൾഫിലെ ചൈനീസ് മൂലധനത്തിന്റെ ഭീമമായ സാന്നിധ്യമാണ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിന്റെ പിന്തുണ ഇറാനിൽ നിന്നും തെന്നിമാറിയിരിക്കുന്നതിന് പിന്നിൽ. കോവിഡ് വ്യാപനത്തിനു ശേഷം പശ്ചിമേഷ്യയിലെ ചൈന നിക്ഷേപം വർദ്ധിപ്പിച്ചിരുന്നു. കോവിഡിനെ തുടർന്നുള്ള കാലത്ത് ഗൾഫ് മേഖലയിലെ നിക്ഷേപകർ എണ്ണ വിപണിക്കുപരിയായി ഗ്രീൻ ടെക്നോളജിയിലേക്കും ടൂറിസത്തിലേക്കും വൈവിധ്യവൽക്കരിക്കാൻ ശ്രമിച്ചപ്പോൾ മാന്യത്താൽ വലഞ്ഞിരുന്ന തങ്ങൾക്ക് അനുയോജ്യമായ മേഖലയിലേക്ക് ചൈനീസ് കമ്പനികൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. സാംബിയ, ശ്രീലങ്ക പോലുള്ള വികസ്വര രാജ്യങ്ങൾ കടബാധ്യതയായതിനാൽ എണ്ണശേഖരമുള്ള രാജ്യങ്ങൾ ചൈനയ്ക്ക് ആകർഷകമായ ഓപ്ഷനായി മാറി. ഈ തന്ത്രം സമീപ വർഷങ്ങളിൽ പശ്ചിമേഷ്യയിലെ ചൈനീസ് നിക്ഷേപത്തിന്റെയും നിർമ്മാണത്തിന്റെയും വളർച്ച ഏറ്റവും വേഗതയേറിയതാക്കി. ഷിയുടെ പ്രധാന പദ്ധതിയായ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് പ്രധാന ഗുണഭോക്താവായി പശ്ചിമേഷ്യയെ മാറ്റി. ഈ മേഖലയിൽ ഒരു ധനകാര്യ കേന്ദ്രം എന്ന നിലയിൽ ചൈന യുഎസിനെ മറികടക്കുന്നു. 2014-നും 2023-നും ഇടയിൽ പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്ക് യുഎസ് വായ്പയായി നൽകിയ ഓരോ ഡോളറിനും ചൈന ഏകദേശം $2.34 നൽകിയത്. അതായത് യുഎസ് നൽകിയതിന്റെ ഇരട്ടിയിലധികം ധനസഹായമാണ് ചൈന അനുവദിച്ചത്. കഴിഞ്ഞ 2 ദശകങ്ങളിൽ ചൈന മിഡിൽ ഈസ്റ്റിൽ ഏകദേശം $270 ബില്യൺ നിക്ഷേപിക്കുകയും നിർമ്മാണ പ്രോജക്റ്റുകൾ പൂർത്തിയാക്കുകയും ചെയ്തതായി അമേരിക്കൻ എന്റർപ്രൈസസ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ചൈന ഗ്ലോബൽ ഇൻവെസ്റ്റ്മെന്റ് ട്രാക്കർ വ്യക്തമാക്കുന്നു. ഗൾഫിൽ ചൈനയുടെ പങ്കാളിത്തം ഉയർന്നതാണ്. ചൈന ഇപ്പോൾ ഇറാനെ പിരിമുറുക്കം കുറയ്ക്കാൻ സഹായിക്കേണ്ടതുണ്ട്. അതേസമയം ഗൾഫ് രാജ്യങ്ങൾക്ക് അവരുമായി സഹകരണം തുടരുമെന്ന് ഉറപ്പ് നൽകണം. ദ ഏഷ്യൻ ഗ്രൂപ്പിന്റെ ഗ്രേറ്റർ ചൈന പ്രാക്ടീസ് പങ്കാളിയായ ജോർജ് ചെൻ ഇക്കാര്യം വ്യക്തമാക്കി. ദീർഘകാല അടിസ്ഥാനത്തിൽ ഗൾഫിലെ പല ആസ്തികളുടെയും വില കുറഞ്ഞതിനാൽ ചൈന ഗൾഫിലേക്ക് നിക്ഷേപം വർദ്ധിപ്പിക്കാൻ ഇത് ഒരു അവസരമായി മാറിയേക്കാം. ഐക്യരാഷ്ട്രസഭയിൽ ചൈനയുടെ പ്രതിനിധി ഫൂകോങ് ഈ ആഴ്ച ഒരു പോസ്റ്റിൽ യുദ്ധത്തിൽ ഇരുപക്ഷത്തിന്റെയും കാഴ്ചപ്പാടുകൾ സന്തുലിതമാക്കാനുള്ള ചൈനയുടെ ആഗ്രഹം വിശദീകരിച്ചിരുന്നു. അമേരിക്കൻ ഇസ്രയേൽ ആക്രമണങ്ങൾ അന്താരാഷ്ട്ര മാനദണ്ഡങ്ങളുടെ വ്യക്തമായ ലംഘനമാണെന്നും ഫൂകോങ് കുറിച്ചു. അതേസമയം കപ്പൽ പാതകളും ഊർജ അടിസ്ഥാന സൗകര്യങ്ങളും സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഇത് ഇറാനെതിരെയുള്ള പരോക്ഷ വിമർശനമായിരുന്നു എന്നാണ് വിലയിരുത്തൽ. ഭാര്യ മെലാനിയ ട്രംപും വൈറ്റ് ഹൌസിൽ നടത്തിയ എപ്സ്റ്റൈനുമായി ബന്ധപ്പെട്ട നിഷേധ പ്രസ്താവനകളെ കുറിച്ച് തനിക്ക് മുൻകൂട്ടി അറിയില്ലായിരുന്നുവെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അവൾക്ക് ക്യാമറയ്ക്ക് മുന്നിൽ പോകുന്നതിന് മുൻപ് എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അവൾക്ക് എപ്സ്റ്റൈനെ പരിചയമില്ല എന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. വൈറ്റ് ഹൌസിലെ അപൂർവ പൊതുപ്രസംഗത്തിൽ മെലാനിയ എപ്സ്റ്റൈൻ, ഹിക്സ്, ലൈൻ, മാക്സ്വെൽ ബന്ധങ്ങളെക്കുറിച്ചുള്ള ആരോപണങ്ങൾ തള്ളി. ഞാൻ എപ്സ്റ്റൈൻ ഇരയല്ല, എപ്സ്റ്റൈൻ എന്നെ ട്രംപിന് പരിചയപ്പെടുത്തിയതുമില്ല എന്നും അവർ വ്യക്തമാക്കി. 1998-ൽ ന്യൂയോർക്കിലെ ഒരു പാർട്ടിയിൽ യാദൃച്ഛികമായി ട്രംപിനെ കണ്ടുമുട്ടിയതാണെന്നും അവർ പറഞ്ഞു. ന്യൂയോർക്ക്, പാം ബീച്ച് എന്നിവിടങ്ങളിലെ പൊതു സാമൂഹിക വൃത്തങ്ങളിലൂടെയാണ് എപ്സ്റ്റൈൻ, മാക്സ്വെൽ എന്നിവരുമായി പരിചയം ഉണ്ടായിരുന്നതെന്നും വ്യക്തിപരമായി ബന്ധമൊന്നുമില്ല എന്നും മെലാനിയ വ്യക്തമാക്കി. ഇവയെല്ലാം തെറ്റായ പ്രചരണങ്ങളാണ് എന്ന് പറഞ്ഞ അവൾ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾക്കെതിരെ താൻ നിയമ നടപടി സ്വീകരിച്ചിട്ടുണ്ട് എന്നും വ്യക്തമാക്കി. മാക്സ്വെല്ലുമായി ഇമെയിൽ ഇടപാടിനെ കുറിച്ചുള്ള വിവാദത്തിലും അവൾ പ്രതികരിച്ചു. അത് സാധാരണ സൗഹൃദപരമായ മറുപടി മാത്രമാണ്, അതിൽ പ്രത്യേകതയൊന്നുമില്ല എന്നും അവർ പറഞ്ഞു. 2000-ൽ എപ്സ്റ്റൈനെ ആദ്യമായി കണ്ടപ്പോൾ അദ്ദേഹത്തിനെതിരായ ആരോപണങ്ങളെ കുറിച്ച് അറിവില്ലായിരുന്നുവെന്നും അവൾ കൂട്ടിച്ചേർത്തു. എപ്സ്റ്റൈൻ കേസിലെ ഇരകൾക്ക് നീതി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസിൽ പ്രത്യേക ഹിയറിംഗ് നടത്തണമെന്നും മെലാനിയ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 124.30 ഇന്ത്യൻ രൂപ,
ഒരു പൗണ്ട് 1.15 യൂറോ. ഒരു US ഡോളർ 92.66 ഇന്ത്യൻ രൂപ. ഒരു യൂറോ 108.32 ഇന്ത്യൻ രൂപ. ഒരു പൗണ്ട് 1.34 US ഡോളർ. ഒരു കനേഡിയൻ ഡോളർ 66.97 ഇന്ത്യൻ രൂപ. ഇനിയൊരു ഇടവേള. വീണ്ടും വാർത്തകളിലേക്ക്. ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ രാജ്യസഭാ അംഗമായി സത്യപ്രതിജ്ഞ ചെയ്തു. ഇന്നലെ ഡൽഹിയിലെത്തിയ നിതീഷിനെ JDU ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് സഞ്ജയ് കുമാർ ഉൾപ്പെടെയുള്ള നേതാക്കളെത്തിയാണ് സ്വീകരിച്ചത്. ഉപരാഷ്ട്രപതിയും രാജ്യസഭാ ചെയർപേഴ്സണുമായ CP രാധാകൃഷ്ണൻ നിതീഷ് കുമാറിന് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. രാജ്യസഭാ അംഗമായി സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം നിതീഷ് ബീഹാർ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചു. BJPയുടെ സാമ്രാട്ട് ചൌധരിയാകും അടുത്ത ബീഹാർ മുഖ്യമന്ത്രി. നിലവിൽ ഉപമുഖ്യമന്ത്രിയായ സാമ്രാട്ട് ചൌധരി. മുഖ്യമന്ത്രിയെ നിശ്ചയിക്കാനായി ഏപ്രിൽ 13-ന് മന്ത്രിസഭ കൂടാൻ തീരുമാനിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി കസേര അധിക നാൾ ഒഴിച്ചിടരുത് എന്ന് നിതീഷ് നിലപാടെടുത്തിട്ടുണ്ട്. ഇത് BJP നേതാക്കളെ അടക്കം അറിയിച്ചതായാണ് റിപ്പോർട്ട്. സാമ്രാട്ട് ചൌധരിയോടാണ് നിതീഷിന് താൽപര്യം എന്നാണ് നിലവിലെ റിപ്പോർട്ട്. ഇത് BJP കേന്ദ്ര നേതൃത്വത്തെയും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ സാമ്രാട്ട് ചൌധരിയെ ഭാവി നേതാവായി നിതീഷ് പലതവണ വിശേഷിപ്പിച്ചിരുന്നു. ഏപ്രിൽ 15-നാകും പുതിയ മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞ എന്നാണ് സൂചന. ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല എങ്കിലും ഒരുക്കങ്ങൾ തകൃതിയായി നടക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. മാർച്ച് 30-നാണ് നിതീഷ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗത്വം രാജിവെച്ചത്. പിന്നാലെ കാവൽ മുഖ്യമന്ത്രിയായി തുടരുകയായിരുന്നു. വാശിയേറിയ നിയമസഭാ തെരഞ്ഞെടുപ്പ് പോരാട്ടം നടക്കുന്ന പശ്ചിമ ബംഗാൾ ഒറ്റയ്ക്ക് മത്സരിക്കാൻ AIMIM തീരുമാനിച്ചു. ഹുമയൂൺ കബീറിന്റെ നേതൃത്വത്തിലുള്ള ആം ജനതയും ഉന്നയൂൻ പാർട്ടിയുമായ സഖ്യത്തിൽ നിന്നും പിന്മാറുന്നതായി ഓൾ ഇന്ത്യ മജ്ലിസ് ഇത്തിഹാദുൽ മുസ്ലിമീൻ പ്രഖ്യാപിച്ചു. അസുദ്ദീൻ ഒവൈസിയെ മുന്നിൽ നിർത്തി പശ്ചിമ ബംഗാളിൽ സ്വന്തം സ്ഥാനാർത്ഥിക്കായി ശക്തമായ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്താനാണ് AIMIM നീക്കം. ബംഗാളിലെ ന്യൂനപക്ഷ വോട്ടുകൾ സമാഹരിക്കുന്നതിൽ സ്വന്തം ശക്തി തെളിയിക്കാൻ ഒറ്റയ്ക്ക് മത്സരിക്കുന്നതാണ് ഉചിതമെന്നാണ് പാർട്ടി നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. സഖ്യത്തെക്കുറിച്ച് നേരത്തെ ചർച്ചകൾ നടന്നിരുന്നു എങ്കിലും നയപരമായ കാര്യങ്ങളിൽ ഇരു പാർട്ടികളും തമ്മിൽ ധാരണയിലെത്താൻ സാധിച്ചിരുന്നില്ല. മുസ്ലിം ഭൂരിപക്ഷ മേഖലകളിൽ പാർട്ടി സ്വന്തം സ്ഥാനാർത്ഥികളെ നിർത്തും. മുർഷിദാബാദ്, മാൾട്ട, വടക്കൻ ദിനാപൂർ തുടങ്ങിയ ജില്ലകളിൽ ഈ നിലയിൽ പാർട്ടി മത്സരം ഘടിപ്പിക്കും. തൃണമൂൽ കോൺഗ്രസിനും ഇടത് കോൺഗ്രസ് സഖ്യത്തിനും ഈ നീക്കം വലിയ വെല്ലുവിളി ആകുമെന്നാണ് കരുതുന്നത്. ന്യൂനപക്ഷ വോട്ടുകൾ പല തട്ടിലാകുന്നത് ഫലത്തെ ബാധിച്ചേക്കാം. സഖ്യം തകർന്നതോടെ ഹുമയൂൺ കബീറും സ്വന്തം നിലയ്ക്ക് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ് സാധ്യത. ഇത്തരത്തിൽ മുസ്ലിം വോട്ടുകൾ ഭിന്നിപ്പിക്കുന്നത് ഗുണകരമാകും എന്ന പ്രതീക്ഷയിലാണ് BJP. ജോലിയിൽ ഉഴപ്പുന്നവരെ പിടികൂടാൻ കർശന നടപടിയുമായി ഡൽഹി സർക്കാർ. ഉദ്യോഗസ്ഥർ എല്ലാ ദിവസവും രാവിലെ 9:30-ന് ജോലിയിൽ പ്രവേശിക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാൻ എല്ലാ സർക്കാർ ഓഫീസുകളിലും ബയോമെട്രിക് അറ്റൻഡൻസ് സിസ്റ്റം സജ്ജമാക്കണമെന്ന് സർക്കാർ നിർദ്ദേശം. അഡീഷണൽ ചീഫ് സെക്രട്ടറി, പ്രിൻസിപ്പൽ സെക്രട്ടറി, മറ്റ് സെക്രട്ടറിമാർ തുടങ്ങിയ ഉദ്യോഗസ്ഥർക്ക് അടക്കം ഇനി മുതൽ ബയോമെട്രിക് അറ്റൻഡൻസ് നിർബന്ധമാക്കിയിട്ടുണ്ട്. നിലവിൽ സെക്രട്ടറി തലത്തിൽ താഴെയുള്ള ഉദ്യോഗസ്ഥർ വരെയാണ് ബയോമെട്രിക് നിർബന്ധമാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി രേഖ ഗുപ്ത സംസ്ഥാന GSD ഓഫീസിൽ മിന്നൽ പരിശോധന നടത്തിയതിന് പിന്നാലെയാണ് നിർദ്ദേശം വന്നിരിക്കുന്നത്. രേഖ ഗുപ്ത GST ഓഫീസ് സന്ദർശിച്ച വേളയിൽ മുതിർന്ന ഉദ്യോഗസ്ഥരടക്കം നിരവധി ഉദ്യോഗസ്ഥർ ഹാജരായിരുന്നില്ല. ജോലിയിൽ ഇല്ലാതിരുന്ന എല്ലാവർക്കും ഉടനടി കാരണം കാണിക്കൽ നോട്ടീസ് അയക്കാൻ മുഖ്യമന്ത്രി ഉത്തരവിട്ടു. ഈ ഉദ്യോഗസ്ഥരുടെ 1 മാസത്തെ ഹാജർ നില ഹാജരാക്കാനും രേഖ ഗുപ്ത ആവശ്യപ്പെട്ടിട്ടുണ്ട്. വൈകി എത്തിയവർ, ഹാജർ രേഖപ്പെടുത്താത്തവർ, നേരത്തെ പോകുന്നവർ എന്നിവർക്കെതിരെയും നടപടി ഉണ്ടാകുമെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ ഉദ്യോഗസ്ഥരുടെ 1 മാസത്തെ ഹാജർ റിപ്പോർട്ട് സമർപ്പിക്കുവാനും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് ദിവസേനയുള്ള ഹാജർ റിപ്പോർട്ട് എല്ലാ ദിവസവും 12 മണിക്ക് മുമ്പായി ചീഫ് സെക്രട്ടറിക്ക് സമർപ്പിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. ഇത്തരം കാര്യക്ഷമത ഇല്ലാത്ത പ്രവർത്തകർ തന്റെ സർക്കാർ അനുവദിച്ചു തരില്ല എന്നും രേഖ ഗുപ്ത കൂട്ടിച്ചേർത്തു. പൊതുകാര്യങ്ങൾ വൈകാൻ ഔദ്യോഗിക യോഗങ്ങൾ ഒരു ഒഴികഴിവായി മാറരുത്. ജൂനിയർ സ്റ്റാഫുകൾ മാത്രമല്ല അച്ചടക്കം വേണ്ടത്. കമ്മീഷണർമാരും സ്പെഷ്യൽ കമ്മീഷണർമാരും ഉൾപ്പെടെയുള്ള എല്ലാവർക്കും അച്ചടക്കം ആവശ്യമാണെന്നും അവർ കൂട്ടിച്ചേർത്തു. അരൂർ നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി ഷാനിമോൾ ഉസ്മാനെതിരെ കേസെടുത്ത് പോലീസ്. പോളിംഗ് സമയം കഴിഞ്ഞ ശേഷവും ബൂത്തിൽ കയറിയതിനാണ് കേസ്. വോട്ടെടുപ്പ് ദിവസം പെരുമ്പളം ഗവൺമെന്റ് സൗത്ത് LP സ്കൂളിലായിരുന്നു സംഭവം. ബൂത്തിൽ വൈകുന്നേരം 6 മണിക്ക് ശേഷവും ആളുകൾ വോട്ട് ചെയ്യാൻ വഴി നിൽക്കുന്നുണ്ടായിരുന്നു. അവർക്കൊക്കെ സ്ലിപ്പ് കൊടുത്തു. ഈ സമയത്താണ് ഷാനിമോൾ ഉസ്മാൻ ഇവിടെ എത്തിയത്. അകത്ത് കയറാൻ അനുവദിക്കണമെന്നായിരുന്നു ഷാനിമോൾ ഉസ്മാന്റെ ആവശ്യം. എന്നാൽ പോളിംഗ് സമയം കഴിഞ്ഞതിനാൽ
സ്ഥാനാർത്ഥിക്കോ മറ്റോ അകത്തേക്ക് കയറാൻ സാധിക്കില്ല എന്നായിരുന്നു തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ നിലപാട്. ഇതേ തുടർന്ന് സ്കൂളിന് മുന്നിൽ രാത്രിയിൽ 3 മണിക്കൂറോളം ഷാനിമോൾ ഉസ്മാൻ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയായിരുന്നു. സ്ഥലത്ത് സംഘർഷാവസ്ഥ നിലനിൽക്കുകയും ചെയ്തു. കളക്ടറുടെ ഒത്തുതീർപ്പ് നിർദ്ദേശപ്രകാരം പിന്നീട് ഷാനിമോൾ ഉസ്മാൻ, UDF ചീഫ് ഇലക്ഷൻ ഏജന്റ് കെ ഉമേശൻ, CPM LC സെക്രട്ടറി ഹർഷഹരൻ, മുൻ പെരുമ്പളം പഞ്ചായത്ത് പ്രസിഡന്റ് VV ആശ എന്നിവരെ പോളിംഗ് സ്റ്റേഷനുള്ളിൽ പ്രവേശിപ്പിച്ചിരുന്നു. സംഭവത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. LDF NDA പ്രവർത്തകർക്കെതിരെയും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിന് മുസ്ലിം ലീഗിന് അർഹതയുണ്ട് എന്ന് യൂത്ത് ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങൾ. CH മുഹമ്മദ് കോയയും അബു ഖാദർ കുട്ടി നാഹിയും ഉപമുഖ്യമന്ത്രിമാരായിട്ടുണ്ട്. ഇപ്പോൾ അവകാശവാദം ഉന്നയിക്കുന്നില്ല എന്നും എന്നാൽ ചർച്ചകളിൽ പുരോഗമിക്കുമ്പോൾ ആവശ്യപ്പെടുമോ എന്ന് പറയാനാവില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ലീഗ് സ്ഥാനാർത്ഥികൾ മതം പറഞ്ഞ് വോട്ടു പിടിച്ചു എന്ന ആരോപണം പരിശോധിക്കുമെന്ന് മുനവർ അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. അങ്ങനെ പിടിച്ചിട്ടില്ല എന്നാണ് കരുതുന്നത്. ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം ഉണ്ടായി എന്ന് വിശ്വസിക്കുന്നില്ല. എല്ലാ വോട്ടുകളും UDFന് ലഭ്യമായിട്ടുണ്ട് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൻ ആത്മവിശ്വാസത്തിലാണ് മുസ്ലിം ലീഗ്. 20-ലധികം സീറ്റുകളിൽ വിജയം ഉറപ്പ് എന്ന് നേതാക്കൾ വ്യക്തമാക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനം വിധി എഴുതിയതോടെ കൂട്ടിയും കിഴിച്ചും മുന്നണികൾ രംഗത്തുണ്ട്. 78.27% പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത്. ഉയർന്ന പോളിംഗ് ശതമാനം തുണയ്ക്കുമെന്നാണ് 3 മുന്നണികളുടെയും അവകാശവാദം. 1987 ശേഷമുള്ള ഏറ്റവും ഉയർന്ന പോളിംഗ് ആണ് 16ാം കേരള നിയമസഭയിലേക്ക് നടന്നത്. ജനക്ഷേമ പദ്ധതികൾ തുടരണമെന്ന നിലപാടാണ് ജനങ്ങൾ പൊതുവിൽ സ്വീകരിച്ചത് എന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. ഭരണ തുടർച്ചയുണ്ടാകും, ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ല. പേരാമ്പ്ര അടക്കമുള്ള മണ്ഡലങ്ങളിൽ വികസനം യാഥാർത്ഥ്യമായെന്നും കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് അടിസ്ഥാന സൗകര്യ വികസനത്തിൽ കുതിച്ചുചാട്ടം ഉണ്ടാക്കിയെന്നും TP രാമകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു. സോഷ്യൽ മീഡിയയിലൂടെ സ്ഥാനാർത്ഥികളെ വ്യക്തി അധിക്ഷേപം നടത്താൻ ശ്രമം നടന്നുവെന്ന് TP രാമകൃഷ്ണൻ വ്യക്തമാക്കി. എന്നെ തീവ്രവാദിയാക്കാൻ വരെ ശ്രമം നടന്നു. തന്റെ ഭാഗത്തു നിന്നും തെറ്റൊന്നും ഉണ്ടായിട്ടില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. SDPയെയും ഇടതുമുന്നണിയും ഈ തിരഞ്ഞെടുപ്പിൽ ധാരണ ഉണ്ടാക്കിയിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു. LDFന് എത്ര സീറ്റ് ലഭിക്കുമെന്ന് പറയുന്നില്ല. ന്യൂനപക്ഷങ്ങളുടെ വോട്ട് UDFന് പോകില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഗൾഫ് വോട്ടർമാരുടെ എണ്ണത്തിൽ കുറവുണ്ടായി. അത് ആർക്ക് ഗുണമായി എന്ന് ഇപ്പോൾ പറയാനാവില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം മറ്റന്നാൾ ചേരും. തിരഞ്ഞെടുപ്പ് വിശദമായി ചർച്ച ചെയ്യും. പോളിംഗ് കുറഞ്ഞത് ഏതെങ്കിലും മുന്നണിക്ക് ഗുണകരമാകും എന്ന് വിലയിരുത്തുന്നത് പഴയ രീതിയാണെന്നും TP രാമകൃഷ്ണൻ കൂട്ടിച്ചേർത്തു. വിവാദങ്ങൾ ബാധിക്കില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ഇനി സ്പോർട്സ്. ഫുട്ബോൾ ചരിത്ര നേട്ടങ്ങൾ ഏറെയുണ്ട് ബ്രസീലിന്. എന്നാൽ ഈ ചരിത്ര നേട്ടത്തിൽ വാർത്ത വരുന്നത് ക്രിക്കറ്റിൽ നിന്നാണ്. അന്താരാഷ്ട്ര T20 മത്സരത്തിൽ ഒരു ഇന്നിംഗ്സിൽ 9 വിക്കറ്റ് നേടുന്ന ആദ്യ ബൗളറായി മാറിയിരിക്കുകയാണ് റെക്കോർഡ്. ബ്രസീലിന്റെ വനിതാ താരം ലോറ കാർഡോസോ ആണ് ഈ റെക്കോർഡ് സ്വന്തമാക്കിയത്. പുരുഷ വനിതാ T20യിൽ ഇതുവരെ ആരും 9 വിക്കറ്റ് സ്വന്തമാക്കിയിട്ടില്ല. ലെസോത്തോയ്ക്കെതിരായ മത്സരത്തിൽ 3 ഓവറിൽ 2 മെയ്ഡനുകൾ ഉൾപ്പെടെ വെറും 4 റൺസ് വിട്ടുകൊടുത്താണ് കാർഡോസോ 9 പേരെ മടക്കിയത്. ആദ്യ ഓവറിൽ ഹാട്രിക്കോടെ തുടങ്ങിയ രണ്ടാമത്തേതിലും 4-ലും മൂന്നാമത്തേതിൽ 2 വിക്കറ്റ് കൈക്കലാക്കി. മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ബ്രസീൽ 203 റൺസ് വിജയലക്ഷ്യമാണ് കുറിച്ചത്. പക്ഷേ ലെസോത്തോയ്ക്ക് 6.2 ഓവറിൽ വെറും 13 റൺസിന് എല്ലാവരും പുറത്തായതോടെ ബ്രസീലിന് 189 റൺസ് ജയം. 2025 മ്യാൻമാറിനെതിരെ ഭൂട്ടാൻ പുരുഷ താരം സോനം ഏഷ്യം 7 റൺസ് വഴങ്ങി 8 വിക്കറ്റ് നേടിയതാണ് നിലവിലെ റെക്കോർഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ലെബനനെതിരെ ഇസ്രായേലിന്റെ തുടർച്ചയായ ആക്രമണങ്ങൾ സംഭവിക്കാൻ പാടില്ലാത്തതെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ. പ്രതികരണം മിഡിൽ ഈസ്റ്റ് സന്ദർശന വേളയിൽ. മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങൾ UKയുടെ ഭാവി സുരക്ഷാ നയങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്തേണ്ടതിന്റെ ആവശ്യകത ചൂണ്ടിക്കാണിക്കുന്നു. രാജ്യത്തിന്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനായി യൂറോപ്യൻ രാജ്യങ്ങളുമായി കൂടുതൽ അടുത്ത ബന്ധം പുലർത്താൻ നിർദ്ദേശം. റഷ്യൻ അന്തർവാഹിനികളെ നിരീക്ഷിക്കുവാനും പിന്തുടരുവാനും UKയും നോർവേയും യുദ്ധക്കപ്പലുകളും വിമാനങ്ങളും അയച്ചു. വടക്കൻ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ പ്രധാന കേബിളുകൾക്കും പൈപ്പ് ലൈനുകൾക്കും സമീപം സംശയാസ്പദമായ രീതിയിലാണ് അന്തർവാഹിനികൾ എത്തിയത്. 1 മാസം നീണ്ടു നിൽക്കുന്നതാണ് ദൗത്യമെന്ന് UK സൈന്യം. ഈ ദൗത്യത്തിൽ പങ്കെടുത്തത് റഷ്യയുടെ 3 അന്തർവാഹിനി. UKയിലെ പുതിയ എംപ്ലോയ്മെന്റ് ആക്ട് പ്രാബല്യത്തിൽ വന്നതോടെ വിവാദങ്ങളും ചൂടുപിടിക്കുന്നു. മുൻ ഉപപ്രധാനമന്ത്രി ഏഞ്ചല റെയ്നയുടെ ആശയമായതിനാൽ
സ്വതന്ത്ര ഏജൻസി റെയ്നയുടെ പോലീസാണ് നിയമം നടപ്പിലാക്കാനുള്ള ചുമതലയുള്ളത്. ഈ ആഴ്ച പ്രാബല്യത്തിൽ വന്ന പുതിയ തൊഴിലാളി അവകാശ സംരക്ഷണ നിയമം കൃത്യമായി നടപ്പിലാക്കുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തുകയാണ് അവരുടെ ലക്ഷ്യം. നിയമം നടപ്പിലാക്കുന്നുണ്ടോ എന്നറിയാൻ പരിശോധനകൾക്കായി തൊഴിലുടമയുടെ സമ്മതം തേടേണ്ടതില്ല. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സമാധാന ചർച്ചകൾക്ക് ആതിഥ്യം വഹിക്കാൻ ഒരുങ്ങി പാകിസ്ഥാൻ തലസ്ഥാനമായ ഇസ്ലാമാബാദ്. മധ്യസ്ഥ ചർച്ചകൾ പങ്കെടുക്കാനെത്തുന്ന അന്താരാഷ്ട്ര പ്രതിനിധികൾക്കും ഒപ്പമുള്ള മാധ്യമ പ്രവർത്തകർക്കുമായി പാകിസ്ഥാൻ സർക്കാർ വിസ നടപടികൾ ഇളവുകൾ പ്രഖ്യാപിച്ചു. ഇസ്ലാമാബാദ് ടോക്സ് 2026 പങ്കെടുക്കാൻ എത്തുന്നവർക്ക് മുൻകൂട്ടി വിസ എടുക്കാതെ തന്നെ വിമാനങ്ങൾ യാത്ര ചെയ്യാം. ഇവർക്കായി പാകിസ്ഥാനിലെ വിമാനത്താവളങ്ങളിൽ എത്തുമ്പോൾ തന്നെ വിസ ഓൺലൈൻ അറൈവൽ നൽകുമെന്നും ആഭ്യന്തര മന്ത്രാലയം. പശ്ചിമേഷ്യയിൽ ചൈന ഒരു പ്രധാന സാമ്പത്തിക ശക്തിയായി തുടരുമെന്ന് വിദഗ്ധർ. ചൈന ഇറാന് നൽകുന്ന സാമ്പത്തിക പിന്തുണ പരിമിതപ്പെടുത്തിയതായും റിപ്പോർട്ട്. ഇറാന്റെ ഏറ്റവും വലിയ നയതന്ത്ര സഖ്യകക്ഷികളിൽ ഒന്നായി തുടരുമ്പോഴും ഗൾഫിലെ ചൈനീസ് മൂലധനത്തിന്റെ ഭീമമായ സാന്നിധ്യമാണ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിന്റെ പിന്തുണ ഇറാനിൽ നിന്നും തെന്നിമാറിയിരിക്കുന്നതിന് പിന്നിൽ. കോവിഡ് വ്യാപനത്തിന് ശേഷം പശ്ചിമേഷ്യയിൽ ചൈന നിക്ഷേപം വർദ്ധിപ്പിച്ചു. ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ രാജ്യസഭാ അംഗമായി സത്യപ്രതിജ്ഞ ചെയ്തു. ഇന്നലെ ഡൽഹിയിലെത്തിയ നിതീഷിനെ JDU ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് സഞ്ജയ് കുമാർ ഉൾപ്പെടെയുള്ള നേതാക്കളെത്തിയാണ് സ്വീകരിച്ചത്. ഉപരാഷ്ട്രപതിയും രാജ്യസഭാ ചെയർപേഴ്സണുമായ CP രാധാകൃഷ്ണനാണ് നിതീഷ് കുമാറിന് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. രാജ്യസഭാ അംഗമായി സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷം നിതീഷ് കുമാർ ബീഹാർ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചു. വാശിയേറിയ നിയമസഭാ തെരഞ്ഞെടുപ്പ് പോരാട്ടം നടക്കുന്ന പശ്ചിമ ബംഗാളിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ AIMIM തീരുമാനിച്ചു. അസറുദ്ദീൻ ഒവൈസി മുന്നിൽ നിർത്തി പശ്ചിമ ബംഗാളിൽ സ്വന്തം സ്ഥാനാർത്ഥികൾക്കായി ശക്തമായ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്താനാണ് നീക്കം. ബംഗാളിലെ ന്യൂനപക്ഷ വോട്ടുകൾ സമാഹരിക്കുന്ന സ്വന്തം ശക്തി തെളിയിക്കാൻ ഒറ്റയ്ക്ക് മത്സരിക്കുന്നതാണ് ഉചിതമെന്ന് പാർട്ടി നേതൃത്വം വിലയിരുത്തി. ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിന് മുസ്ലിം ലീഗിന് അർഹതയുണ്ട് എന്ന് യൂത്ത് ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങൾ. ലീഗ് സ്ഥാനാർത്ഥികൾക്ക് മതം പറഞ്ഞു വോട്ട് പിടിച്ചു എന്ന ആരോപണം പരിശോധിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 20-ലധികം സീറ്റുകൾ വിജയം ഉറപ്പ് എന്ന നേതാക്കൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനം വിധി എഴുതിയതോടെ കൂട്ടിയും കിഴിച്ചും മുന്നണികൾ 78.27% പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത്. ഉയർന്ന പോളിംഗ് ശതമാനം തുണയ്ക്കുമെന്നാണ് മൂന്ന് മുന്നണികളുടെയും അവകാശവാദം. ഈ ബുള്ളറ്റിൻ കൂടെ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.